√2 ഹോൾ ഘാതം n സമം 1024 ആയ n-ന്റെ വില കാണുക. നമുക്ക് n-ന്റെ വിലയാണ് കാണേണ്ടത്. ഈ n ഇവിടെ കൃതിയായിട്ടായിരിക്കുന്നത്, എക്സ്പോണന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ √2-നെ 2 ഘാതം അര എന്ന് എഴുതാം. അതായത് ഒരു സംഖ്യക്ക് റൂട്ട് ചിഹ്നം വരുമ്പോൾ നമ്മൾ ആ സംഖ്യ ഇട്ടിട്ട് റൂട്ട് ചിഹ്നത്തിന് പകരം കൃതി 1/2 ഇട്ടാൽ മതി. ഒരു സംഖ്യക്ക് റൂട്ട് ചിഹ്നം വരുമ്പോൾ റൂട്ട് ചിഹ്നത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് കൃതിയായിട്ട് 1/2 ഇടാം. അപ്പൊ 2 ഘാതം റൂട്ട് ചിഹ്നത്തിന് പകരം 1/2 ഇട്ടു. അതിന്റെ കൃതി n ഉണ്ട്. അതിന്റെ കൃതി ഹോൾ ഘാതം n സമം ഈ 1024 എന്ന് പറയുന്നത് 2 ഘാതം 10 ആണ്. ഈ 2 ഘാതം 10 എന്ന 2 × 2 × 2 × 2 അങ്ങനെ 2 10 തവണ ഗുണിച്ചാൽ നമുക്ക് 1024 കിട്ടും. അപ്പൊ 1024 2 ഘാതം 10 എന്ന് എഴുതാം. ഇനി ഇവിടെ എന്താ, ഇവിടെ ഒരു സംഖ്യ, ഒരു പാദസംഖ്യ 2, അതിന് 2 കൃതിയാണ്. ഒരു പാദസംഖ്യക്ക് 2 കൃതി വന്നു. ഒരു പാദസംഖ്യക്ക് 2 കൃതി വന്നാൽ നമ്മൾ ആ പാദസംഖ്യ എഴുതിയിട്ട് ഈ കൃതികൾ തമ്മിൽ ഗുണിച്ചാൽ മതി. കൃതികൾ ഏതൊക്കെയാണ്? 1/2 × n. അപ്പൊ 2 ഘാതം 1/2 × n സമം ഇപ്പുറത്തോ 2 ഘാതം 10. ഇപ്പൊ ഇതൊരു സമവാക്യമാണ്, ഒരു ഇക്വേഷൻ ആണ്. ഇതിന് ഈ ഭാഗത്ത് പാദസംഖ്യ 2, ഇവിടെയും പാദസംഖ്യ 2. അപ്പൊ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണ്, അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. ഇഫ് ബേസസ് ആർ ഈക്വൽ, എക്സ്പോണൻസ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ എന്താണ് കൃതി? 1/2 × n സമം ഇവിടെ 10. ഇതിന് n കാണാൻ നമ്മൾ ഈ ഇൻറ്റു 1/2 അങ്ങോട്ട് എടുക്കുക. അപ്പൊ n സമം ഈ ഭാഗത്ത് എന്തുണ്ട്? 10 ഇൻറ്റു 1/2 അങ്ങോട്ട് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ഇട്ടിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. ഉത്തരം 2/1. 10 × 2 20/1 20. n-ന്റെ വില 20.